ഇന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം AI-യുടെ ഒരു കളിയാണ്. AI വീഡിയോ നല്ലതും ഉണ്ടാവാം, ചീത്തയും ഉണ്ടാവാം, എല്ലാം. എനിക്ക് തോന്നുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ സംഘാടകരും സാറും ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അത് AI ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ AI ആണെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യണമെന്നും പറഞ്ഞ് ഒരു ഹർജിയെ അതെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തു. അതായത് AI ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെ വരെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജമായി പ്രചരിപ്പിച്ച് അതുവഴി സാമ്പത്തിക ലക്ഷ്യം നേടാൻ ഒട്ടേറെ വിഭാഗങ്ങൾ ഇവിടെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇതിനെ എങ്ങനെ അമർച്ച ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഇത് സർക്കാരിലേക്ക് തന്നെ ഇതിന് സാധ്യതയുള്ളൂ എന്ന് കണ്ടതുകൊണ്ട് നമ്മുടെ സംസ്ഥാന കോർഡിനേറ്റർ സജി നമ്പൂതിരി അത് സംബന്ധമായിട്ടൊരു നിവേദനം തയ്യാറാക്കുകയും അത് നമ്മൾ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും തൽഫലമായി അത് നിയമവിധേയമായി തന്നെ അതിനെ AI എന്ന് അതിൻ്റെ സൈഡിൽ മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന വിധം AI വഴി ഉപയോഗിച്ചാൽ അത് തിരിച്ചറിയണ വിധം ഒരു സൈൻ കൊടുക്കാൻ സർക്കാർ ഉത്തരവായി. ഒരു വാട്ടർമാർക്ക് അതുകൊണ്ട് തന്നെ AI എന്ന് പറയണത് നല്ല കാര്യങ്ങളാണെങ്കിലും ദുർവിനിയോഗം ചെയ്യാന്ന് പറയണത് നമ്മുടെ രാജ്യത്ത് നിരവധിയായ നല്ല കാര്യങ്ങൾക്കെല്ലാം ദുർവിനിയോഗമുണ്ട്. അപ്പോൾ AI ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെ ഫോട്ടോയും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും അതുപോലെ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയുടെ ഫോട്ടോയും ഒക്കെ വന്നിട്ട് അതുപോലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ അങ്ങനെയുള്ള ഫോട്ടോ വെച്ചിട്ടാണ് തട്ടിപ്പുകൾ നടന്നിരുന്നത്. നിരവധിയായ സാമ്പത്തിക തട്ടിപ്പുകളുടെ അസഖ്യമായപ്പോഴാണ് അത്തരത്തിൽ ഒരു നിലപാടെടുക്കേണ്ടതായി വന്നു. അത് സത്യസന്ധമായി നമ്മളെടുത്ത നിലപാട് പരിപൂർണ വിജയമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം ഒരു പേഷ്യൻ്റ് മരിക്കുകയും അത് മറച്ചു വെക്കുകയും അതിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ധർണ നടത്തുകയും അത് വളരെ വിപ്ലവമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് 2021 കോവിഡുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സുചിത്ര ദേവിയുടെ മദർ സുശീല ദേവി എറണാകുളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുകയും നിരവധിയായ രോഗികളുടെ പ്രവാഹവും അതുപോലെ തന്നെ ജീവൻ ഭയാശങ്കകളും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു അവർ മറ്റൊരു ആസ്പത്രിയിൽ നിന്ന് റെഫർ ചെയ്ത് വന്നത്. പക്ഷേ അവരുടെ മകൾ കാണുകത്തൊക്കെ തന്നെ മാസ്ക് മാറ്റി അവർ പിടഞ്ഞു മരിക്കുകയുണ്ടായിരുന്നു. മാസ്ക് മാറ്റാൻ കാരണം മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, കാരണം മാസ്കിൻ്റെ ദൗർലഭ്യമായിരിക്കാം. പക്ഷേ എങ്കിൽ സുചിത്രാദേവിയുടെ കൺകാഴ്ചകൾ കൊണ്ട് തന്നെ അവർക്ക് ഇതൊരു പോരാട്ടം നടത്തണമെന്നും അവരിപ്പോൾ എല്ലാ ആസ്പത്രികളിലേക്കും ചികിത്സാ പിഴവിൻ്റെ പേരിലുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെ അവർ രൂപീകരിച്ച് നല്ല നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനം നടന്നു പോകുന്നുണ്ട്. സുചിത്രാദേവിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ഭാഗങ്ങൾ, അതായത് അവർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിധത്തിലേക്ക് ഈ സംഘടനയുടെ പ്രവർത്തനം എത്തിക്കാനും അതുവഴി തട്ടത്തുമല മുതലായ സജി നമ്പൂതിരി, കെ ആൻ്റണി മുതലായവരൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരികയും നമ്മളോടൊപ്പം കൂട്ടുചേർന്ന മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരും ചേർന്ന് അത് നമ്മൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ സെൻട്രൽ മനുഷ്യാവകാശ കമ്മീഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിന് അങ്ങനെയെല്ലാം നമ്മൾ തത്സമയം തന്നെ നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കുകയും പരാതിയായി തന്നെ അത് സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അത് നമ്മുടെ ഇമെയിൽ സന്ദേശങ്ങൾ വഴി നമുക്ക് അയക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് അത് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നടന്നു വരുന്നു. അതിനെ കൂടുതൽ കാര്യക്ഷമമായി സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തതായും അറിയാൻ കഴിയുന്നുണ്ട്. ഈ മനുഷ്യാവകാശങ്ങളും കോടതി വിധിയും അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് നല്ലൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. താങ്കളെ ആ കാര്യത്തിൽ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ ഞാൻ എടുത്ത ഞങ്ങളുടെ പ്രവർത്തന പരിധിയിൽ ഇത്തരം കാലത്തെ എക്സ്പീരിയൻസിലും ഈ ഇന്ത്യ രാജ്യത്ത് ഒരു ഇന്ത്യൻ പൗരൻ വിശ്വാസയോഗ്യമായി കാണുന്നത്
ജുഡീഷ്യറിയിൽ അന്യായം ഫയൽ ചെയ്യുകയും ന്യായവിധി പുറപ്പെടുവിക്കുകയുമാണ് കോടതികൾ ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ സ്ഥിതി കണ്ടെത്തുന്നതിനോ മാനുഷിക പരിഗണന നൽകിയുള്ളൊരു വിധി ഉണ്ടാക്കുന്നതിനോ ഇവിടെ കഴിയുന്നില്ല. അതിന് കാരണം എഴുതി തയ്യാറാക്കപ്പെട്ട അല്ലെങ്കിൽ വിറ്റ്നസ് പറയുന്ന കാര്യങ്ങളനുസരിച്ച് സമർത്ഥനായ വക്കീലിൻ്റെ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഒരു വിധി പ്രസ്താവിക്കുന്ന രീതിയാണ് എല്ലാ കോടതിയിലും ഇന്ത്യയിലാകമാനം നടന്നു വരുന്നത്. അത് നീതി നിഷേധം തന്നെയാണ്. ഏതൊരു കോടതിയും പൗരജനങ്ങൾക്ക് നീതിപൂർവമായ അവൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ വക്കീലന്മാരുടെ ന്യായാന്യായങ്ങളെ വേർതിരിച്ചൊരു വിധി പ്രസ്താവിക്കുന്ന രീതി തെറ്റാണ്. മനുഷ്യാവകാശം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. കാരണം അത് വക്കീലന്മാരുടെ സാമർഥ്യമാണ് ആ വിധിയെ എങ്ങനെ നയിക്കുന്നു എന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ ഇരയുടെ നീതി നടപ്പിലാക്കാൻ ജഡ്ജിമാർക്ക് ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കാൻ സർക്കാരും കോടതികളും തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യദിന ദിവസങ്ങളിലും റിപ്പബ്ലിക് ദിവസങ്ങളിലും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം വളരെ നന്നായി വലിയ രീതിയിൽ തന്നെ ഈ എറണാകുളം ജില്ലയിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ മരം നടുക, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൽ ക്ലോക്ക്, വലിയൊരു ക്ലോക്ക് വയ്ക്കുക, 1-2 സ്ഥലങ്ങളിൽ ക്ലോക്ക് വയ്ക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുക. ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന വളരെ വലിയ നമുക്ക് പ്രശസ്തരായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചടങ്ങിൽ വരുന്ന ആൾക്കാരെക്കുറിച്ചും ആ ചടങ്ങിനെക്കുറിച്ചും സാറിന് 2 വാക്ക് സംസാരിക്കാമോ? അത് ലളിതമായ ഒരു ചടങ്ങാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രകാരം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഡേ, റിപ്പബ്ലിക് ഡേ ഇതൊക്കെ നടത്തുക എന്നുള്ളത്. അത് നടത്താൻ നമുക്ക് താല്പര്യവും, അതുപോലെ തന്നെ അത് ഒരു ഫ്ലാഗ് പോസ്റ്റ് പോലും വെക്കാൻ പറ്റാത്ത നമ്മുടെ കോടതി വിധികളും ഹൈവേയുടെ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല സമയങ്ങളിലും ഹൈവേയിൽ നിന്നും മാറി നമുക്ക് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പതാക ഉയർത്താൻ റിപ്പബ്ലിക് ഡേയും ഇൻഡിപെൻഡൻസ് ഡേയിലും ഒരു പൗരന് 100% പെർമിഷൻ ഉണ്ടാകണം എന്നാണ്. ഏത് റെസിസ്റ്റൻസും അതിൽ വരാൻ പാടില്ല. കാരണം അത്രയും ത്യാഗം അനുഭവിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മൾ ഭയന്ന് മാറി ഹൈവേയുടെ ഓരങ്ങളിലേക്ക് മാറ്റി ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വളരെ ലജ്ജാകരമാണ്. അങ്ങനെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ JNL സ്റ്റേഡിയം കലൂർ, അവിടെ GCDയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിറ്റി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം വിങ്ങും സഹകരിച്ചുകൊണ്ട് ആ സ്റ്റേഡിയത്തിൽ നമ്മൾ 4 ക്ലോക്കുകൾ സ്ഥാപിച്ചു. വലിയ ക്ലോക്കുകളാണ്. എവിടെ ഇരുന്ന് നടന്നു വരുന്നവർക്കും എല്ലാ ഗെയിമിന് വരുന്നവർക്കും എല്ലാം പ്രധാനമായി കാണുന്നതാണ്. വളരെ ചെറിയ രീതിയിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്നൊരു ലേബിളും നമ്മൾ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ ക്ലോക്ക് സ്ഥാപിച്ച പോസ്റ്റ് കൂടി ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് ഒരു ഫ്ലാഗ് ഉയർത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ വർഷങ്ങളിൽ വരുന്ന ഈ 2 പ്രോഗ്രാമുകൾ, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഞങ്ങൾ ആർഭാടപൂർവ്വം നടത്താറുണ്ട്, ആഘോഷപൂർവ്വം നടത്താറുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനം കൂടിയാണത്. ആ സുദിനത്തിൽ ഉയർന്ന വ്യക്തിത്വങ്ങളെ നമ്മളത് ഉയർത്താൻ ക്ഷണിക്കുക എന്നുള്ളത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളെ രാഷ്ട്രീയ മത നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഡോക്ടർമാർ, അതല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, നേതാക്കൾ, അത്തരം ആൾക്കാരെയാണ് സാധാരണ വിളിക്കാറ്. ചില സമയങ്ങളിൽ നമ്മുടെ സ്റ്റേഡിയത്തിൽ അടുത്ത സമയത്ത് 26th റിപ്പബ്ലിക് ഡേ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത് പത്മഭൂഷൺ ബഹുമതി നേടിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമാണ്.
അദ്ദേഹം അദ്ദേഹം ക്ഷണിക്കുകയും അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്വന്തം വാഹനം ഓടിച്ച് അദ്ദേഹം കൃത്യസമയത്ത് വന്ന് ഇനാഗുറേറ്റ് ചെയ്യുകയും വളരെ മൂല്യമുള്ള വാക്കുകളെ കൊണ്ട് ഞങ്ങളെ അഭിസംബോധന ചെയ്യുകയും അത് നല്ല ഒരു ഫംഗ്ഷനായി തോന്നുകയുണ്ടായി. അതുകൂടാതെ നമ്മൾ കളമശ്ശേരിയിൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ തെരുവുനായ പ്രശ്നവുമായി തെരുവ് മക്കളില്ലാത്ത ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ ജോസ് മാവേലി അദ്ദേഹം ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് റെസിഡൻസ് അസോസിയേഷൻ എഡ്രാക്ക് പി രംഗദാസ പ്രഭു വളരെ സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്തുള്ള മികച്ച ആളാണ്. അദ്ദേഹവും നമുക്ക് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്.